അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രബോധകരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലിയ സന്തോഷമുണ്ട് ഈ ഗ്രൂപ്പിൽ ചേർന്നതിൽ. വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ അഖീദ സംബന്ധമായ അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഈ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രൂപ്പിൽ നടന്ന പല ചർച്ചകളും ഞാൻ കേൾക്കാനിടയായി. ഷമീർ വടകര മൗലവി, അബ്ദുൽ നസീർ അസ്ഹരി മുസ്ലിയാർ, സുബൈർ മൗലവി കൗസരി, അതേപോലെ മറ്റു സുഹൃത്തുക്കളുടെ പ്രതികരണങ്ങളും കേട്ടു. ഇവിടെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ സംബന്ധിച്ചുള്ള വ്യത്യസ്ത നിലപാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു. ഇബ്നു തൈമിയ, ദാരിമി, അബ്ദുല്ലാഹിബ്നു അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള മഹാന്മാരായ ഇമാമിയങ്ങൾ അവർ തജ്സീമിൻ്റെ പാതയിലാണോ അല്ലേ എന്ന ചർച്ച തുടങ്ങിയ അഖീദ സംബന്ധമായ പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നു. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സലഫുസ്സാലിഹീങ്ങളുടെ അഖീദ ഇത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്താണ് സലഫുസ്സാലിഹീങ്ങളുടെ അഖീദ? അതിനെ സംബന്ധിച്ചൊരു ലഘുവായ സംസാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സലഫുസ്സാലിഹീങ്ങളുടെ അഖീദ എന്ന് പറഞ്ഞാൽ ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് സിഫാത്തുകളുടെ വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളുടെ വിഷയത്തിൽ സലഫുകളുടെ അഖീദ എന്തായിരുന്നു? വളരെ എളുപ്പമായ, ലളിതമായ, ശുദ്ധപ്രകൃതത്തോട് അനുയോജ്യമായ അഖീദയാണ് സലഫുകളുടെ അഖീദ. ജനങ്ങൾക്ക്, ഏത് വിഭാഗക്കാരാണെങ്കിലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് മുൻകാല ഇമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ സലഫുകളിലേക്ക് ചേർത്ത് പറഞ്ഞ് ഉദ്ധരിച്ചിട്ടുള്ള നിലപാട്. ഈ നിലപാട് അവലംബിച്ച വിഭാഗക്കാരാണ് സലഫികൾ. യഥാർത്ഥത്തിൽ ഇത് സലഫികൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു അനുഗ്രഹമാണ്, ഒരു നിലപാടാണ്. കാരണം അവരുടെ പഠനങ്ങളിൽ, അഖീദ സംബന്ധമായ പഠനങ്ങളിൽ, അതേപോലെ ആരാധനകളിൽ, ഇടപാടുകളിലെല്ലാം സലഫുകളിലേക്ക് മടങ്ങുന്നവരാണ് സലഫികൾ. അതുകൊണ്ടാണ് സലഫുസ്സാലിഹീങ്ങളുടെ, മുൻകാല ഇമ്മത്തുകളുടെ അഖീദ ഗ്രന്ഥങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കുകയും ചെയ്യുന്ന, പഠനവിധേയമാക്കുന്ന വിഭാഗക്കാർ സലഫികൾ മാത്രമാണ്. എന്നാൽ സലഫികളുടെ എതിരാളികളായ ഇൽമുൽ കലാമിൻ്റെ ആൾക്കാരായ, പിൽക്കാലങ്ങളിൽ വന്ന ഇൽമുൽ കലാമിൻ്റെ അവകാശികളായ, ഇൽമുൽ കലാമിൻ്റെ ആൾക്കാരായ മുതക്കല്ലിമീങ്ങൾ, അശ്അരികൾ, മാതുരീദികൾ, അവരൊക്കെ ഇൽമുൽ കലാമിൻ്റെ അടിസ്ഥാനത്തിലാണ് അഖീദ പഠിക്കുന്നത്. സലഫുകളുടെ ഗ്രന്ഥങ്ങളിലേക്ക് അവർക്ക് നോട്ടമില്ല. സലഫുകളുടെ ഗ്രന്ഥങ്ങൾ അച്ചടിക്കുന്നതിലും അത് വായിക്കുന്നതിലും പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും അവർക്ക് ജാഗ്രതയില്ല. അപ്പോൾ എന്താണ് ഈ സലഫുകളുടെ അഖീദ? വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പ്രമാണങ്ങളിൽ ഖുർആനിലും സഹീഹായ സുന്നത്തിലും എങ്ങനെയാണോ വന്നിട്ടുള്ളത്, ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്, അപ്രകാരം സ്ഥിരപ്പെടുത്തുക, അപ്രകാരം വിശ്വസിക്കുക. ഇങ്ങനെയാണ് പൂർവികരായ സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എൻ്റെ സംസാരം ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ് സലഫുകളുടെ അഖീദ? നമ്മുടെ പൂർവികരായ സ്വഹാബികൾ, താബിഈങ്ങൾ, അത്ബാഉ താബിഈങ്ങൾ, അവരുടെ ശിഷ്യന്മാർ, 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ ഉൾക്കൊണ്ട അഖീദ എന്താണോ അതാണ് സലഫുകളുടെ അഖീദ, അതാണ് സലഫികൾ അവലംബിക്കുന്ന അഖീദ. ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഇബാന അൻ ഉസൂലി ദിയാന എന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്,
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ. ഖൗലുന അല്ലദീ നഖൂലു ബിഹി വദിയാനതുന അല്ലതീ നദീനു ബിഹാ التمسك بكتاب الله ربنا عز وجل وبسنة نبينا محمد صلى الله عليه وسلم وما روي عن السادة الصحابة والتابعين وأئمة الحديث ونحن بذلك معتصمون وبما كان يقول به أبو عبد الله أحمد بن محمد بن حنبل نضر الله وجهه ورفع درجته وأجزل مثوبته قائلون ولما خالف قوله مخالفون لأنه الإمام الفاضل والرئيس الكامل الذي أبان الله به الحق ودفع به الضلال. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ അഖീദയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമായ മഹാപണ്ഡിതനായ മഹാനേതാവായ ഇമാമിൻ്റെ അഖീദ ആകുന്നു എൻ്റെയും അഖീദ എന്ന് ഇമാം അശ്അരി പറയുന്നു. അത് ആരുടെ അഖീദയാണ്? സഹാബികളുടെയും താബിഈങ്ങളുടെയും ഹദീസിൻ്റെ അഇമ്മത്തുകളുടെയും അഖീദ. എന്താണ് ഇമാം അശ്അരി പറയുന്നത്? നമ്മുടെ വിശ്വാസം, നമ്മുടെ അഖീദ എന്താണ്? അത്തമസ്സുകു ബികിതാബില്ലാഹി റബ്ബിന അസ്സ വജൽ വബിസുന്നതി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ കിതാബ് മുറുകെ പിടിക്കുക, നബിയുടെ സുന്നത്ത് മുറുകെ പിടിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ സഹാബികൾ, താബിഈങ്ങൾ, അഇമ്മത്തുൽ ഹദീസ്, ഇവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ അത് മുറുകെ പിടിക്കുക. എന്നിട്ട് പറയുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഞങ്ങളും പറയുന്നു. കാരണം മഹാ ഇമാമാണ്, മഹാനേതാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇമാം മുഖേന ഹക്ക് വെളിപ്പെടുത്തുകയും വഴികേടിനെ, ദലാലത്തിനെ തടുക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മഹുല്ലാ പ്രഖ്യാപിച്ച ഈ അഖീദയാണ് ലോക സലഫികൾ അംഗീകരിക്കുന്നത്. ഇമാം അബൂ സഈദ് അദ്ദാരിമി, ഇമാം അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ഇബ്നു ഹംബൽ പോലെയുള്ള മഹാന്മാരായ ഇമ്മത്തുകൾ സംബന്ധിച്ച് ഇവിടെ അബ്ദുൽ നസീർ അസ്ഹരി ആക്ഷേപിച്ചു, തജ്സീമിൻ്റെ വാദക്കാരാണെന്ന് ആരോപിച്ചു. വല്ലാഹുൽ മുസ്തആൻ. ഇതൊക്കെ വലിയ അപകടകരമായ ആരോപണങ്ങളാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് നസീഹത്ത് നൽകാനുള്ളത്. കാരണം ലോക മഹാ ഇമാമിങ്ങളൊക്കെ ഇവർ സംബന്ധിച്ചിടത്തോളം ഇവർ ഇമ്മത്തുകളായിട്ട് പരിഗണിച്ചവരാണ്. ഇവരെ സംബന്ധിച്ച് തജ്സീമിൻ്റെ വാദം മുഹമ്മദ് സാഹിദുൽ കൗസരി തഖ്ലീദ് ചെയ്തുകൊണ്ട് ഇവരെല്ലാം മുജസ്സിമുകളാണെന്ന് പറയുന്നത് മഹാ അപകടത്തിലാണ് നിങ്ങളെ ചാടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇമാമാണെന്ന് നിങ്ങൾ വാദിക്കുന്ന അബുൽ ഹസൻ അശ്അരി കിതാബുൽ ഇബാനയിൽ പറഞ്ഞ അഖീദയിലേക്ക് നിങ്ങൾ മടങ്ങൂ. നിങ്ങൾ സുന്നത്തിലേക്ക് മടങ്ങൂ, സലഫുസ് സാലിഹീങ്ങളുടെ അഖീദയിലേക്ക് മടങ്ങൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് പല വിഷയങ്ങളും ഈ ഗ്രൂപ്പിലൂടെ ചർച്ച ചെയ്യാം. നിലവിൽ ഉള്ള പ്രധാനപ്പെട്ട ചർച്ച നമുക്കെല്ലാവർക്കും അറിയാം. ഷമീർ സാഹിബും അബ്ദുൽ നസീർ അസീം തമ്മിലുള്ള ചർച്ചയാണ്. അതിനിടയിൽ പലരും ചില പ്രതികരണങ്ങൾ അറിയിക്കുന്നെന്ന് മാത്രം. ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ഇബാനയിൽ പറഞ്ഞ അഖീദയിലാണോ പിൽക്കാലങ്ങളിൽ ഇൽമുൽ കലാമിൻ്റെ ആൾക്കാരായ മുതകല്ലിമീങ്ങൾ, അശ്അരി മാതുരീദികൾ നിലകൊള്ളുന്നത്? ഇവിടെയാണ് നമ്മുടെ ചർച്ചാ വിഷയം. എന്തുകൊണ്ട് അശ്അരി മാതുരീദികളെ സലഫികൾ എതിർക്കുന്നു? കാരണം മുഅ്തസിലക്കാരുടെ, ജഹ്മികളുടെ പിഴച്ചുപോയ പല നിലപാടുകളുമാണ് പിൽക്കാലങ്ങളിൽ വന്ന അശ്അരി പണ്ഡിതന്മാരും അശ്അരി മുതകല്ലിമീങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ഉദാഹരണമായിട്ട് ചില ഉദ്ധരണികൾ നൽകുകയാണ്. കാരണം
എവിടെയാണ് വ്യതിയാനം സംഭവിച്ചതെന്ന് ശരിക്ക് ലളിതമായ രൂപത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി ഇമാം അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാ കിതാബുൽ ഇബാനയിൽ ഇസ്തിവായെ സംബന്ധിച്ച് പറയുന്നുണ്ട്. وقد قال قائلون من المعتزلة والجهمية والحرورية إن معنى قول الله تعالى الرحمن على العرش استوى أنه استولى وملك وقهر. മുഅ്തസില, ജഹ്മികൾ, ഖവാരിജുകൾ എന്താണ് ഇവർ അർ റഹ്മാനു അൽ അർശി ഇസ്തവ, അള്ളാഹു അർശിൻ്റെ മേലെ ഇസ്തിവാ ചെയ്തു എന്ന സിഫത്തിനെ സംബന്ധിച്ച് എന്താണ് വ്യാഖ്യാനിച്ചത്? അന്നഹു ഇസ്തൗല വമലക വഖഹർ, അള്ളാഹു കീഴടക്കി, അധീനത്തിൽപ്പെടുത്തി, അതിജയിച്ചു. ഇമാം അശ്അരി മുഅ്തസിലക്കാരുടെയും ജഹ്മിയാക്കളുടെയും അഖീദയായി പറഞ്ഞ ഇതേ തഅ്വീലാത്തുകളാണ് യഥാർത്ഥത്തിൽ പിൽക്കാലങ്ങളിൽ വന്ന അശ്അരി പണ്ഡിതന്മാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അശ്അരികളെ എതിർക്കുന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ഒരിക്കലും തോന്നിപ്പോകരുത്, ഒരിക്കലും തോന്നിപ്പോകരുത് ഇമാം അശ്അരി എതിർക്കുന്നവരാണെന്ന്. മറിച്ച് ഇമാം അശ്അരിയുടെ പേരും പറഞ്ഞ് അശ്അരിയിലേക്ക് ചേർത്ത് പറഞ്ഞ് ഇൽമുൽ കലാം, പിഴച്ച ഇൽമുൽ കലാമിൻ്റെ അടിസ്ഥാനത്തിൽ അഖീദ പഠിപ്പിക്കുകയും അങ്ങനെ ദുർവ്യാഖ്യാനങ്ങൾ സിഫാത്തുകൾക്ക് നൽകുകയും ആ തഅ്വീലാത്തുകളാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് തഅ്വീലാത്തുകൾ എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത് വിമർശിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് ഈ അപകടം മനസ്സിലാക്കിയ ചില വലിയ വലിയ അശ്അരി പണ്ഡിതന്മാർ അവർ തൗബ ചെയ്ത് സലഫുയുടെ അഖീദയിലേക്ക് മടങ്ങുകയും ഇൽമുൽ കലാമിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. അതിനുള്ള ഉദാഹരണമാണ് ഇമാം റാസി വലിയ മുതക്കല്ലിമായിരുന്നു, ഇമാമുൽ മുതക്കല്ലിമീനായിരുന്നു. അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം തൗബ ചെയ്യുകയും ഇൽമുൽ കലാമിൽ നിന്ന് ഒന്നും ലഭിച്ചിട്ടില്ല, ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല, ഖീല വഖാലു എന്നല്ലാതെ ഏറ്റവും ശരിയായ വഴി ഖുർആനിൻ്റെ വഴിയാണെന്ന് ഇമാം റാസി പ്രഖ്യാപിച്ചല്ലോ. നോക്കൂ നിങ്ങൾ വേറെ ഉദാഹരണം. അള്ളാഹുവിന് 2 കൈകളുണ്ട്, ബൽ യദാഹു മബ്സൂതതാൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. 2 കൈകൾ അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തി വിശുദ്ധ ഖുർആൻ. എന്താണ് മുഅ്തസില വിഭാഗക്കാരുടെ തഅ്വീൽ? അള്ളാഹുവിൻ്റെ യദ് എന്ന സിഫത്തിന് നിഅമത്ത്, ഖുദ്റത്ത്, ഖുവ്വത്ത് എന്ന അർത്ഥം കൊടുത്തു. ഇമാം അശ്അരി അതിന് ശക്തമായി എതിർത്തു. എങ്ങനെയാണ് നിങ്ങൾ യദ് എന്ന പദത്തിന് നിഅമത്ത് എന്ന അർത്ഥം കൊടുത്തത്? ഇമാം അശ്അരി കിതാബുൽ ഇബാനയിൽ പറയുന്നു, ويقال لأهل البدع ولما زعمتم أن معنى قوله بيدي نعمتي أزعمتم ذلك إجماعا أو لغة فلا يجدون ذلك إجماعا ولا في اللغة. അഹ്ലുൽ ബിദ്അഇനോട് പറയപ്പെടുന്നു, വലിമ സഅംതും അന്ന മഅന ഖൗലിഹി ബിയദയ്യ നിഅമതി, എങ്ങനെയാണ് നിങ്ങൾ വാദിച്ചത് അള്ളാഹുവിൻ്റെ 2 കൈകളിൻ്റെ അർത്ഥം അനുഗ്രഹമാണെന്ന്? ഏത് നിലക്കാണ് നിങ്ങൾ വാദിക്കുന്നത്? അതിനുള്ള ഇജ്മാ നിങ്ങളുടെ കൈവശമുണ്ടോ? ഭാഷയുടെ പിൻബലം നിങ്ങളുടെ കൈവശമുണ്ടോ? ഫലാ യജിദൂന ദാലിക ഇജ്മാഅൻ വലാ ഫിൽ ലുഗ, അത് ഇജ്മാ ആയിട്ടോ ഭാഷയിലോ അവർക്ക് കാണാൻ സാധിക്കുകയില്ല. നോക്കൂ സഹോദരന്മാരെ, ഇവിടെ ഇമാം അശ്അരി അവരെ സംബന്ധിച്ച് അഹ്ലുൽ ബിദ്അ എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? അവർ അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾക്ക് തഅ്വീലാത്ത് നൽകി. യദ് എന്ന സിഫത്ത് സ്ഥിരപ്പെടുത്തുന്നതിന് പകരം അതിനവർ തഅ്വീൽ നൽകി. നിഅമത്ത്, അനുഗ്രഹം എന്ന അർത്ഥം കൊടുത്തു.
ഈ ഇമാം അശ്അരി റഹ്മഹുല്ല അഹ്ലുൽ ബിദ്അഇന്റെ അഖീദയായി പരിചയപ്പെടുത്തിയ ഇതേ തഅ്വീലാത്തുകൾ പിൽക്കാലങ്ങളിൽ വന്ന അശ്അരി മുതകല്ലിമീങ്ങൾ അശ്അരികൾ സ്വീകരിച്ചു. അത് അഹ്ലുസുന്നയുടെ അഖീദയായി പ്രഖ്യാപിച്ചു. യദിന് ഖുദ്റത്ത്, ഖുവ്വത്ത്, നിഅമത്ത് എന്നെല്ലാം അർത്ഥങ്ങൾ കൊടുക്കാം എന്നാണ് പിൽക്കാലങ്ങളിൽ വന്ന റാസി പോലെയുള്ള അശാഇറത്ത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിഫാത്തുകൾ നാം പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? എന്താണ് അഹ്ലുസുന്നയുടെ നിലപാട്? അഥവാ ഖുർആനിലും സഹീഹായ ഹദീസുകളിലും വന്ന സിഫാത്തുകളെ സംബന്ധിച്ച് നാം വിശ്വസിക്കുമ്പോൾ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്? തഅ്വീൽ നൽകാൻ പാടുണ്ടോ? നൽകാൻ പാടില്ല. അത് മുഅ്തസിലക്കാരുടെയും ജഹ്മികളുടെയും നിലപാടാണെന്ന് ഇമാം അശ്അരി കിതാബുൽ ഇബാനയിൽ പറയുന്നു. ഈ നിലപാടല്ലേ പിൽക്കാലങ്ങളിൽ വന്ന അശ്അരികൾ സ്വീകരിച്ചിട്ടുള്ളത്? തഅ്വീലാത്തുകൾ കൊണ്ട് അവിടെ ഗ്രന്ഥങ്ങൾ നിറച്ചു. ഈ തഅ്വീലാത്തുകൾ അഹ്ലുസുന്നന്റെ നിലപാടായി അവർ പ്രഖ്യാപിച്ചു. എന്നാൽ ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി പഠിപ്പിക്കുന്നു, ഫഇൻ ഖാല ഖായിലുൻ മാ അൻകർതും അൻ യകൂന ഖൗലുഹു തആല മിമ്മാ അമിലത് ഐദീന വഖൗലുഹു തആല ലിമാ ഖലഖ്തു ബിയദയ്യ അലൽ മജാസി. അതായത് ഒരാൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ യദ് എന്ന സിഫത്ത് മജാസിയായ ആലങ്കാരികമായ അർത്ഥം കൊടുക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ എതിർക്കുന്നു? എന്തുകൊണ്ട് നിങ്ങൾ ആലങ്കാരികമായ മജാസിയായ തഅ്വീലാത്തുകൾ നൽകുന്നില്ല എന്ന ചോദ്യത്തിന് മറുപടി ഇമാം അശ്അരി വിശദീകരിക്കുന്നുണ്ട്. ഖീല ലഹു ഹുക്മു കലാമില്ലാഹി തആല അൻ യകൂന അലാ ളാഹിരിഹി വഹഖീഖതിഹി വലാ യഖ്റുജു അശ്ശൈഉ അൻ ളാഹിരിഹി അൽ മജാസി ഇല്ലാ ബിഹുജ്ജത്തിൻ. അതായത് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഹുക്മ്, അതിൻ്റെ അസ്ല് വാഹിറായ അർത്ഥത്തിലെടുക്കുക, അതിൻ്റെ ഹഖീഖിയായ യഥാർത്ഥ അർത്ഥം നാം പരിഗണിക്കുക, വിധിക്കുക. വലാ യഖ്റുജു അശ്ശൈഉ അൻ ളാഹിരിഹി അൽ മജാസി ഇല്ലാ ബിഹുജ്ജത്തിൻ. മജാസിലേക്ക് ളാഹിറിൽ നിന്ന് പുറത്തു കടക്കണമെങ്കിൽ അതിനൊരു ഹുജ്ജത്ത് വേണം, തെളിവ് വേണം. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ അവയുടെ ളാഹിറായ അർത്ഥം നാം സ്ഥിരപ്പെടുത്തണം എന്നാണ് ഇമാം അശ്അരി പോലെയുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാരുടെ നിലപാട്. ഈ നിലപാടല്ല പിൽക്കാലങ്ങളിൽ വന്ന അശ്അരി, മാതുരീദി, മുതകല്ലിമീങ്ങളുടെ നിലപാട്. അതുകൊണ്ടാണ് സലഫികൾ അവരുടെ അശ്അരി, മാതുരീദി മസ്ലക്ക് അംഗീകരിക്കാത്തത്. കാരണം അവർ മുൻകാല അഇമ്മത്തുകളുടെ, സലഫുകളുടെ അഖീദയല്ല അവലംബിക്കുന്നത്. ഇവിടെ നമ്മൾ സിഫാത്തുകളുടെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ അഖീദ നിലപാട്? എന്താണ് അശ്അരി, മാതുരീദി പണ്ഡിതന്മാരുടെ നിലപാട്? ഏത് നിലപാടാണ് ഹക്കായ നിലപാട്? ഏത് നിലപാടാണ് സലഫുകളുടെ നിലപാട്? ഏത് നിലപാടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്? അപ്പോൾ നേരത്തെ ഉദ്ധരിച്ച ഇമാം അബുൽ ഹസൻ അശ്അരി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയായി പ്രഖ്യാപിച്ച അഖീദയാണ് ഇമാം ദാരിമി, ഇമാം അബ്ദുല്ലാഹി ഇബ്നു അഹ്മദ് ബിൻ ഹംബൽ, ഇമാം ഇബ്നു ഖുസൈമ, ഇമാം ആജുരി, ഇബ്നു അബ്ദുൽ ബർ തുടങ്ങിയ മഹാരഥന്മാരുടെ അഖീദ. അത് തന്നെയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയും പഠിപ്പിക്കുന്ന അഖീദ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ഇവിടെ ആരോപിക്കപ്പെട്ട തജ്സീമവാദത്തിൽ നിന്ന് പൂർണ്ണമായും നിരപരാധിയാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ അഇമ്മത്തുകൾ അദ്ദേഹത്തെ ശൈഖുൽ ഇസ്ലാം എന്ന സ്ഥാനപ്പേര് നൽകുകയും വിളിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒറ്റപ്പെട്ട ചില വിരലെണ്ണാവുന്ന ഏതാനും ചില പണ്ഡിതന്മാർ മാത്രമാണ് അതിൽ നിന്ന് ഒഴിവായത്. തഖിയുദ്ദീൻ സുബ്കി, ഇബ്നു ഹജർ അൽ ഹൈതമി, അത്തഖിയുൽ ഹുസ്നി, അലാഉദ്ദീൻ ബുഖാരി പോലെയുള്ള ചില വിരലിലെണ്ണാവുന്ന ചില പണ്ഡിതന്മാർ
മാത്രം അവർ ഇബ്നു തൈമിയെ എതിർത്തുന്നല്ലാതെ ബഹുഭൂരിപക്ഷം ഇമാമിയങ്ങളും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാമാണെന്നും അദ്ദേഹം വലിയ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽപ്പെട്ട മഹാപണ്ഡിതനാണെന്നും അംഗീകരിച്ച പണ്ഡിതന്മാരാണ്. പ്രിയ സഹോദരന്മാരെ, നോക്കൂ നിങ്ങൾ. അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അലാഉദ്ദീൻ ബുഖാരി എന്ന ഹനഫി പണ്ഡിതൻ ഇബ്നു തൈമിയെ ശക്തമായി വിമർശിച്ചപ്പോൾ അദ്ദേഹം ഇബ്നു തൈമിയെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വല്ലവനും വിളിച്ചാൽ അവന് കാഫിറായി എന്ന മോശമായ ഒരു ഫത്വ നൽകിയപ്പോൾ അതിനെതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലെ വലിയ ഹദീസിൻ്റെ ഇമാമായ അൽ ഹാഫിദ് ഇബ്നു നാസിറുദ്ദീൻ ദിമഷ്ഖി റഹിമഹുല്ലാഹ് അർ-റദ്ദുൽ വാഫിർ എന്ന ഗ്രന്ഥം എഴുതി. ആ ഗ്രന്ഥത്തിൽ 80-ൽ പരം ഇമ്മത്തുകളുടെ ഷഹാദാത്തുകൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടുള്ള അവർ രേഖപ്പെടുത്തിയ വചനങ്ങൾ ഇബ്നു തൈമിയ മഹാ ഇമാമാണെന്നും ഷെയ്ഖുൽ ഇസ്ലാമാണെന്നും പറഞ്ഞ പ്രഖ്യാപനങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് അർ-റദ്ദുൽ വാഫിർ. ആ അർ-റദ്ദുൽ വാഫിർ എന്ന ഗ്രന്ഥത്തെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് പല ഇമാമിയങ്ങളും തഖ്രീർ എഴുതി. അവരിൽപ്പെട്ട മഹാപണ്ഡിതനാണ് അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി. ഇബ്നു ഹജർ അസ്ഖലാനി അർ-റദ്ദുൽ വാഫിറിന് തഖ്രീർ എഴുതുന്നു. അദ്ദേഹം പറയുന്ന പ്രസക്തമായ ചില ഭാഗങ്ങൾ ഇവിടെ പെട്ടെന്ന് വായിക്കുകയാണ്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പറഞ്ഞു: വശുഹറത്തു ഇമാമത്തി ശൈഖ് തഖിയ്യുദ്ദീൻ അശ്ഹറു മിന അശ്-ശംസ് വതൽഖീബുഹു ബിശൈഖ് അൽ-ഇസ്ലാം ഫി അസ്രിഹി ബാഖിൻ ഇല അൽ-ആൻ അല അൽ-അൽസിനത്തി അസ്-സകിയ്യ വയസ്തമിറു ഗദൻ കമാ കാന ബിൽ-അംസ് ولا ينكر ذلك إلا من جهل مقداره أو تجنب الإنصاف. ഇബ്നു ഹജർ പറഞ്ഞു, തഖിയ്യുദ്ദീൻ ഇബ്നു തൈമിയയുടെ ഇമാമത്തിൻ്റെ ആ പ്രശസ്തി സൂര്യനേക്കാളും മഷ്ഹൂറായ കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഷെയ്ഖുൽ ഇസ്ലാം എന്ന വിളിക്കുന്ന ആ സ്ഥാനപ്പേര് അത് ഇന്ന് വരെ നിലനിൽക്കുന്നു. ശുദ്ധമായ നാവുകളിലൂടെ അത് ഇന്ന് വരെ അവശേഷിക്കുന്നു. ഇനി നാളെയും ഇന്നലെ പോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്ഥാനം അറിയാത്ത ജാഹിലുകൾ മാത്രമാണ് ഇത് നിഷേധിക്കുന്നത്. നീതിയില്ലാത്ത, നീതിക്കെതിരെ പ്രവർത്തിക്കുന്ന, നീതിയെ വർജിച്ച വിഭാഗക്കാർ മാത്രമാണ് ഇബ്നു തൈമിയയെ നിഷേധിക്കുന്നവർ. അദ്ദേഹം ശേഷം പറയുന്നു, ഫഇന്നഹു ശൈഖു മശായിഖിൽ ഇസ്ലാമി ഫി അസ്രിഹി. ശ്രദ്ധിക്കണം, ഇബ്നു ഹജർ എത്രമാത്രമാണ് പറയുന്നത്. അതായത് ഇസ്ലാമിൻ്റെ മശായിഖുമാരുടെ ഷെയ്ഖാകുന്നു ആ കാലഘട്ടത്തിൽ ഇബ്നു തൈമിയ, ബിലാ റൈബിൻ, യാതൊരു സംശയവുമില്ലാതെ. എന്നിട്ട് പറയുന്നു, വഹാദിഹി തസാനീഫുഹു ത്വാഫിഹത്തുൻ ബിർറദ്ദി അലാ മൻ യഖൂലു ബിത്തജ്സീമി വത്തബർരി മിൻഹു. ഇതാ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, മുസന്നഫാത്തുകൾ, അതിൽ തജ്സീമുവാദികൾക്കെതിരെ ധാരാളം റദ്ദ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന്. എന്താണ് അസ്ഹരി മുസ്ലിയാർ പറയുന്നത്? അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം തജ്സീമുണ്ടെന്ന്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച ഇബ്നു ഹജർ എന്ത് പറഞ്ഞു? വഹാദിഹി തസാനീഫുഹു ത്വാഫിഹത്തുൻ ബിർറദ്ദി അലാ മൻ യഖൂലു ബിത്തജ്സീമി വത്തബർരി മിൻഹു. തജ്സീമുവാദികൾക്കെതിരെ റദ്ദ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. തജ്സീമുവാദത്തിന് നിന്ന് താൻ നിരപരാധിയാണെന്നും താൻ ബറാഅത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന നിലക്ക് ഇബ്നു തൈമിയ വ്യക്തമാക്കുന്നുണ്ട്. വമിൻ അഅജബിൽ അജബി അന്ന ഹാദർ റജുല കാന മിൻ അഅ്ളമിൻ നാസ് ഖിയാമൻ അലാ അഹ്ലിൽ ബിദ്അ മിനർ റവാഫിദി വൽ ഹുലൂലിയ്യതി വൽ ഇത്തിഹാദിയ്യതി. ഇബ്നു ഹജർ പറയാണ്, ഇതോടൊപ്പം അത്ഭുതകരമായ ഒരു കാര്യം, ഈ മനുഷ്യൻ അഹ്ലുൽ ബിദ്അഇനെതിരെ ശക്തമായി പോരാടിയ പണ്ഡിതനായിരുന്നു. ഷിയാക്കൾ, റാഫിദിയാക്കൾ, ഹുലൂലിയ, ഇത്തിഹാദിയ, അദ്വൈതവാദികൾ, അവർക്കെതിരെ ശക്തമായി പോരാടിയ പണ്ഡിതനായിരുന്നു. വതസാനിഫുഹു ഫി ദാലിക കസീറത്തുൻ ഷഹീറത്തുൻ വഫതാവീഹി
ഫീഹിം ലാ തദ്ഖുലു തഹ്തൽ ഹസ്ർ, ഒരിക്കലും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ വളരെ പ്രചാരകമാണ്, വ്യാപകമാണ്. ഈ വിഷയത്തിൽ ബിദഈ കക്ഷികൾക്കെതിരെ അദ്ദേഹം നടത്തിയ ഫത്വകൾ ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല എന്ന് അൽ ഹാഫിദ് ഇബ്നു ഹജർ പറയുന്നു. പ്രിയ സഹോദരന്മാരെ, നമ്മൾ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്ത പണ്ഡിതൻ്റെ ഇബാറത്താണ് നാം അംഗീകരിക്കേണ്ടത്. അതല്ല യാതൊരു തെളിവ് ഇതുവരെ കൊണ്ടുവരാൻ സാധിക്കാതെ ഇബ്നു തൈമിയ്യ മുജസ്സിമാണെന്ന് പറയുക ഇല്ലാതെ ഒരു തെളിവും ഇതുവരെ കൊണ്ടുവരാൻ സാധിക്കാതെ അബ്ദുൽ നസീർ അസ്ഹരിയുടെ വാദമാണ് നാം അംഗീകരിക്കേണ്ടത്. ഇവിടെ പലരും ചോദിച്ചു, ഷമീർ മൗലവി ചോദിച്ചു, സുബൈർ മൗലവി ചോദിച്ചു, എവിടെയാണ് തെളിവ്? ഇബ്നു തൈമിയ്യ മുജസ്സിമാണെന്ന് നിങ്ങൾ തെളിയിക്കൂ, എവിടെയാണ് ആ ഇബാറത്ത്? ഇതുവരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ വെറും ശുദ്ധ തഖ്ലീദാണ്. അദ്ദേഹത്തിൻ്റെ ഗുരുവായി കണക്കൂട്ടുന്ന കഴിഞ്ഞ നൂറ്റാണ്ടിലെ അശ്ശരി മാതുരീദി മദ്ഹബ് മുതഅസ്സിബായ സൂഫിവര്യനായ മുഹമ്മദ് സാഹിദുൽ കൗസരിയുടെ വാദങ്ങൾ അദ്ദേഹം പൂർണ്ണമായും തഖ്ലീദ് ചെയ്തുകൊണ്ട് യാതൊരു തെളിവുമില്ലാതെ ഇബ്നു തൈമിയ്യ പോലെയുള്ള മഹാന്മാരായ ഇമാമിയങ്ങളെ സംബന്ധിച്ച് തജ്സീമ് വാദം ആരോപിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ അവസരത്തിലുള്ള അവസാനത്തെ ക്ലിപ്പാണിത്. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ കാര്യം നാം വിശദമായി കേട്ടല്ലോ. എന്നാൽ ഇബ്നു തൈമിയ്യക്കെതിരായി തജ്സീം വാദം പറഞ്ഞ ഒരു പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി. ഇബ്നു ഹജർ അൽ ഹൈതമി അദ്ദേഹം തജ്സീം വാദം പറഞ്ഞപ്പോൾ എവിടെയാണ് ഇബ്നു തൈമിയ്യ തജ്സീമിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് ശരിക്ക് അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. വെറും ആരോപണം മാത്രം, തെളിവില്ലാത്ത ആരോപണങ്ങൾ. അതിന് ശക്തമായി അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മഹാപണ്ഡിതനായ ഹദീസിലും ഫിഖ്ഹിലും ഖിറാഅത്തിലും ഭാഷയിലും തഫ്സീറിലുമെല്ലാം അഗാധ പാണ്ഡിത്യമുള്ള മുല്ല അലി അൽ ഖാരി അദ്ദേഹത്തിൻ്റെ മിർഖാത്തുൽ മഫാത്തിഹ് എന്ന ഗ്രന്ഥത്തിൽ റദ്ദ് കൊടുത്തു. ഇബ്നു തൈമിയ്യയും ഇബ്നുൽ ഖയ്യിമും തജ്സീമിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞപ്പോൾ മുല്ല അലി അൽ ഖാരി പറഞ്ഞു, സുബ്ഹാനഹുമല്ലാഹു അൻ ഹാദിഹി സിമതി ശനീഅതി വന്നിസ്ബത്തിൽ ഫദിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നീചമായ വിശേഷണത്തിൽ നിന്ന്, ഈ മോശമായ ഈ നിസ്ബയിൽ നിന്ന് അവരെ അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. വമൻ طالع شرح منازل السائرين لنديم الباري الشيخ عبد الله الأنصاري الحنبلي قدس الله تعالى سره الجلي وهو شيخ الإسلام عند الصوفية حال الإطلاق بالاتفاق تبين له أنه ما كان من أهل السنة والجماعة بل ومن أولياء هذه الأمة. ഷർഹു മനാസിൽ സായിരീൻ എന്ന ഗ്രന്ഥം ഇബ്നുൽ ഖയ്യിമിന്റെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം വായിച്ചാൽ തന്നെ മതി ഇബ്നു തൈമിയ്യ ഇബ്നുൽ ഖയ്യിമും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരായിരുന്നുവെന്നും ഈ ഉമ്മത്തിൽപ്പെട്ട ഔലിയാക്കളിൽപ്പെട്ടവരായിരുന്നുവെന്നും ബോധ്യപ്പെടും. അതായത് മനാസിലു സായിരീൻ എന്ന ഗ്രന്ഥം ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഇസ്മായിൽ ഹറവി അൽ അൻസാരിയുടെ ഗ്രന്ഥമാണ്. അദ്ദേഹം സൂഫിയാക്കളുടെ ഇടയിൽ നിരുപാധികം ഷെയ്ഖുൽ ഇസ്ലാമാണെന്ന് മുല്ല അൽ ഖാരി പറഞ്ഞു. എന്താണ് സാഹിദുൽ കൗസരിയും കൂട്ടരും പറയുന്നത്? ഷെയ്ഖുൽ ഇസ്ലാം അബൂ ഇസ്മായിൽ ഹറവി അൽ അൻസാരി ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാമാണെന്ന് ഇമാമിങ്ങൾ പറഞ്ഞ പണ്ഡിതനെ സംബന്ധിച്ച് മുഹമ്മദ് സാഹിദുൽ കൗസരി പറയുന്നു അദ്ദേഹം മുജസ്സിമാണെന്ന്. എന്നാൽ മുല്ല അൽ ഖാരി പറഞ്ഞു وهو شيخ الإسلام عند الصوفية حال الإطلاق بالاتفاق. അതായത് ഏകകണ്ഠേന സൂഫിയാക്കളുടെ ഇടയിൽ അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാമാണെന്ന്.
അദ്ദേഹത്തിൻ്റെ മനാസിലുസ്സാഇൽ എന്ന ഗ്രന്ഥത്തെ വിശദീകരിച്ചു മദാരിജുസ്സാലിക്കീൻ ഷർഹ് മനാസിലുസ്സാഇലീൻ. ആ മദാരിജുസ്സാലിക്കീൻ എഴുതിയത് ഇബ്നുൽ ഖയ്യിമാണ്. ഇബ്നുൽ ഖയ്യിമും ഇബ്നു തൈമിയയും തബയ്യന ലഹു അന്നഹുമാ കാന മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ ബൽ വമിൻ ഔലിയാഇ ഹാദിൽ ഉമ്മ. അപ്പോൾ ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു തൈമിയെ സംബന്ധിച്ച് പറഞ്ഞത്. അദ്ദേഹം അഹ്ലുസുന്നയിൽപ്പെട്ട ഇമാമാണെന്നും ഈ ഉമ്മത്തിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട പണ്ഡിതനാണെന്നും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ചോദ്യം നിലനിൽക്കുകയാണ്. നിങ്ങൾ ഇബ്നു തൈമിയെ സംബന്ധിച്ച് തജ്സീം വാദം പറഞ്ഞപ്പോൾ എവിടെയാണ് തെളിവ്? തെളിവ് ഹാജരാക്കൂ. ഈ ഗ്രൂപ്പിൽ എല്ലാവരും തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും ആരോപണങ്ങൾ ഉന്നയിക്കാം. അതുകൊണ്ട് ഇവിടെ പറയാനുള്ളത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നാം ഒരു കാര്യവും ഒരു ആരോപണവും പറയാൻ പാടില്ല. ഇത് വളരെ അപകടകരമായൊരു മേഖലയാണ്. എന്താണ് തജ്സീം എന്ന് പറഞ്ഞാൽ? കുഫ്രായൊരു വാദമല്ലേ? ഈ കുഫ്രായ വാദം ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ലോകത്തെ മഹാന്മാരായ ഇമാമിങ്ങൾ വിശേഷിപ്പിച്ച ഇബ്നു തൈമിയ. എങ്ങനെയാണ് ഈ കുഫ്രായ വാദമുള്ള ഇബ്നു തൈമിയ ഷെയ്ഖുൽ ഇസ്ലാം ആകുന്നത്? അപ്പോൾ ലോക മഹാ ഇമാമിങ്ങൾ ഇബ്നു ഹജർ പോലെയുള്ള ഇമാമിങ്ങളൊക്കെ, ഇബ്നു ഹജർ അസ്ഖലാനി പോലെയുള്ള ഇമാമിങ്ങളൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അദ്ദേഹം അതിന് യോഗ്യനാണ്, അദ്ദേഹം മഹാ ഇമാമാണ്. തജ്സീം വാദത്തിനെതിരെ പോരാടി ഇമാമിനെ സംബന്ധിച്ച് തജ്സീം ആരോപിക്കുന്നു ഇക്കൂട്ടർ. വല്ലാഹുൽ മുസ്തആൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാർ, നമുക്ക് ചർച്ച ഇൻഷാ അല്ലാഹ് നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കായി പറയുവാനും അത് അനുസരിച്ച് പ്രവർത്തിക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു സഹായിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.